റാം നാരായൺ റാം. ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ച മതം, ഭരണഘടന, വ്യക്തിഗത ഉടമസ്ഥാവകാശം എന്നിവയ്ക്ക് ഇടമുണ്ടാകരുത്. ഞാൻ പണത്തിനു വേണ്ടി റാം നാരായൺ റാമിൻ്റെ പ്രചാരണം ചെയ്യുന്നില്ല. എന്നാൽ ഈ ദേശത്ത് ജനങ്ങൾക്ക് ബോധവത്കരണം ഉണ്ടാകുന്നതിന് ഈ പ്രചാരണം നടത്തുന്നുണ്ട്. ഏതൊരു വ്യക്തിയും ₹1 നൽകുക മാത്രമല്ല, സന്താനദളിൽ ചേരാം. ഞാൻ ആളുകളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് സത്യമായി ബന്ധപ്പെട്ടു ഇരിക്കുന്നുവെങ്കിൽ, അദ്ദേഹത്തിൽ ശക്തിയുണ്ടെങ്കിൽ അത് കാണിക്കൂ. കാരണം ഞാനും റാം നാരായൺ റാം ജപത്തിൻ്റെ ശക്തി കാണിക്കും. എന്നെ ഈ ഭൂമിയിൽ അയച്ചത് ആരാണോ അതേ ഒരാളാണ് എൻ്റെ ജീവൻ എടുത്തുകൊള്ളേണ്ടതും. അതിനാൽ മറ്റാരെങ്കിലും എന്നെ കൊന്നാലും ഞാൻ മരിക്കില്ല. ഞാൻ മതത്തോടൊപ്പം ഭൂമിയിൽ വന്നവനാണ്. എൻ്റെ ശരീരം തന്നെ മതമാണ്. ഞാൻ തന്നെ ആരാധിക്കും. എനിക്ക് എന്നെ തന്നെയാണ് നയിക്കേണ്ടത്. അതെങ്ങനെ? എന്നെക്കുറിച്ച് എനിക്ക് അറിയാം. മതം നിലനിർത്താൻ എന്തിനാണ് മായ? ഭൂമിയിലെ ജനങ്ങൾ അവരുടെ മതം എൻ്റെ തലയിൽ ബലമായി തറയ്ക്കുകയാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുമോ? എത്രയും ബുദ്ധിമുട്ടുള്ളവരായ ജഡ്ജിമാരും ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ പാർട്ടികളും MLAമാരും മന്ത്രിമാരും ഇവരെയെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഓരോ വ്യക്തിക്കും തൻ്റെ വാക്ക് തുറന്നു പറയാൻ കഴിയുന്നൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക. അങ്ങനെ ജനങ്ങൾക്കിടയിലെ തർക്കങ്ങൾ അവസാനിക്കും. മനുഷ്യൻ സൃഷ്ടിച്ച ഭരണഘടനയിൽ മതത്തിന് അവകാശം നൽകിയത് ആരാണ്? മനുഷ്യനെ സൃഷ്ടിച്ച ആകാശം ഞാനാണ് ഉടമ എന്ന് പറയുന്നുവോ? കാറ്റ് പറയുമോ? ഭൂമി, വെള്ളം ഇവയൊന്നും പോലും ഞാനാണ് ഉടമ എന്ന് പറയുന്നില്ല. അവ പറയുന്നത് ഞങ്ങൾ നിന്നു വേണ്ടിയാണ് ഇവിടെ എന്നതാണ്. എങ്കിൽ മനുഷ്യൻ ഈ കാര്യം മനസ്സിലാക്കാൻ എന്തിനാണ് വിഫലമാവുന്നത്? അവൻ എല്ലാവിധത്തിലും പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. പക്ഷേ ഭൂമിയിൽ മനുഷ്യൻ പണം പണം എന്ന് മാത്രം വിളിക്കുന്നു. മരിക്കുമ്പോൾ ആ പണം എടുത്തുകൊണ്ട് പോകുമോ? അവൻ്റെ എല്ലാം ഭൂമിയിൽ തന്നെ വിട്ടുപോകേണ്ടിയിരിക്കും. ഭൂമിയിൽ ഏകദേശം 800 കോടിയോളം ആളുകളുണ്ട്. അവരിൽ ഓരോരുത്തർക്കും ഈ ഭൂമി, പ്രകൃതി എന്നിവയിൽ തന്നെ ജന്മാവകാശം ഉണ്ട്. ഇവയിൽ എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട്. മരങ്ങൾക്കും ചെടികൾക്കും ഭൂമിക്കും വെള്ളത്തിനും കാറ്റിനും തുല്യ അവകാശമുണ്ട്. നാം അവയെ സ്നേഹവും ആദരവും നിഷേധിച്ചാൽ അവ നമ്മെ വിട്ടുനിൽക്കുമോ? ഇല്ല, ഒരിക്കലും അല്ല. ഭൂമിയിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ പോലും ഇല്ല. ഇവിടെ നിലവിലുള്ള ഈ മതം പേരിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം കള്ളന്മാരാണ്. ഒരാളും നിഷ്കളങ്കനല്ല. ഞാൻ സർക്കാരിനോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് 1 വർഷം മാത്രം കൂട്ടായ്മ നൽകുക, എല്ലാം നന്നായി മാറും. ഭൂമിയിൽ ഒരു മതവ്യവസ്ഥയും ഇല്ലാതാകും. ഒരാളും മറ്റവരെ താഴെയാക്കിയോ മേലെ കയറ്റിയോ ചെയ്യുകയില്ല. വ്യക്തിഗത ഉടമസ്ഥതയും ഇല്ലാതാകും. എല്ലായിടത്തും മതത്തിൻ്റേതായി ആളുകൾ ഓടുന്നത് എന്തിനാണ്? ഭൂമിയിൽ ഒരു മനുഷ്യൻ സൃഷ്ടിച്ച മതം പോലും ഇല്ല. ഞാൻ പുറത്തേക്ക് പോയാൽ പലരും എന്നെ കൊന്നേക്കാമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഭൂമിയിൽ നിന്ന് വ്യക്തിഗത ഉടമസ്ഥാവകാശം നീക്കിയാൽ എല്ലാം ശരിയാകും. മനുഷ്യൻ സൃഷ്ടിച്ച മതം സ്വയം അപ്രത്യക്ഷമാകും. നാം മതത്തോടെ ഭൂമിയിൽ ജനിച്ചു. അപ്പോൾ വേറെയും മതം എന്തിനാണ് വേണ്ടത്? പ്രകൃതിയെയാണ് എല്ലാവരുടെയും മതം. എല്ലാവരും പ്രകൃതിയുടെ മതവുമായി ചേർന്ന് ജീവിക്കണം.